ഞാൻ ബാംഗ്ലൂർ പോകാൻ കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ അനിയന്മാർ പറഞ്ഞു ഇനിയെങ്കിലും നീ ക്ലാസ്സൊക്കെ കഴിഞ്ഞില്ലേ ഒന്ന് വന്നുകൂടെ നിനക്ക് എന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ചു ഒറ്റയ്ക്ക് പോകാൻ. പക്ഷെ അച്ഛൻ ഇപ്പോഴും എന്നെ ഒറ്റയ്ക്ക് വിടില്ല ഗായ്സ്, എൻ്റെ ഹസ്ബൻഡും വിടില്ല. അപ്പോൾ പിന്നെ അവരെല്ലാവരും കെട്ടിപ്പറക്കി നമ്മൾ നേരെ ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് ഇവന്മാർ പറഞ്ഞ എല്ലാം നുണയെന്ന് അറിഞ്ഞത്. ഇവിടുത്തെ മെട്രോ കൊണ്ട് എൻ്റെ കിളി പോയി. അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ചൂട് പക്ഷേ ഒന്നും പറയാനില്ല, ഒടുക്കത്തെ ചൂടായിരുന്നു. രാത്രി മാത്രം ചെറിയൊരു തണുപ്പുണ്ട്. അതിനുശേഷം നമ്മളൊരു മാർക്കറ്റിൽ പോയി. അവിടെ പോയി കുറച്ച് സ്ട്രീറ്റിൻ്റെ സംഭവങ്ങളൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒടുക്കത്തെ കത്തിയാണ്, എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവന്മാർ നമ്മളെക്കാളും വളഞ്ഞ വിത്താണ്, അതുകൊണ്ട് നമുക്കൊന്നും ബാർഗെയിൻ ചെയ്ത് കിട്ടിയില്ല. അതിനുശേഷം ആ വിഷമൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഇരിക്കുന്ന വെള്ളം ഓൾറെഡി കഴിഞ്ഞു പോയി. അപ്പോൾ ജ്യൂസെങ്കിൽ ജ്യൂസ്. എനിക്ക് ഇട്ട് കറക്കുന്നത് ഈ ചെക്കൻ ഒറ്റയ്ക്ക് കറക്കിയാൽ ശരിയാവില്ല. ഞങ്ങളൊരു 12 പേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് കറക്കാൻ നിന്ന് നമ്മൾ കുറേ നേരം ഇവിടെ നിൽക്കേണ്ടി വരും. അങ്ങനെ ആദ്യം കൗതുകം തോന്നിയിട്ട് കറക്കി കുറച്ച് ജ്യൂസൊക്കെ ആക്കിയതിന് ശേഷം എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അത്ര വെള്ളത്തിനോടൊക്കെ ആക്രാന്തം കൂടിയത് ആ ടൈമാണ്. കാരണം നടന്ന് മനുഷ്യൻ്റെ ഊപ്പാട് വന്നു. അതിനുശേഷം എൻ്റെ ഡാഡി ഇത് തന്നെ കറക്കോടെ കറക്കും. അങ്ങനെ നമുക്ക് ജ്യൂസൊക്കെ കിട്ടി. നമ്മൾ നൈസായിട്ട് അവിടെ നിന്നും വലിഞ്ഞു.